നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതു വാ മോളെ, മോൾക്ക് റെഡിയാവണ്ടേ? വാ ഋതിക മോളെ. ഏത് കാര്യമായാലും മാഡത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? എന്നിട്ടും മാഡം എന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നതേ എനിക്ക് നല്ല വിഷമമുള്ള കാര്യം കേട്ടോ. എങ്കിലൊരു കാര്യം ചെയ്, രാജു എനിക്ക് പ്രോമിസ് ചെയ്തതാ. ഞാൻ പറയുന്ന ആഗ്രഹം അതെന്തായാലും സാധിച്ചു തരുമെന്ന് പ്രോമിസ് ചെയ്തതാ. ഓക്കെ, രാജു ഇതാ ഋതിക മാഡത്തിന് വാക്ക് തരുന്നു. പിറന്നാൾ ദിവസമായ ഇന്ന് ഋതിക മാഡത്തിന്റെ വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും ഈ രാജു നടത്തി തരും. അങ്ങനെ വെറുതെ വാക്ക് പറഞ്ഞ പോരാ, പിന്നെ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എന്നാലേ രാജുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കൂ. ഈ ഋതിക മാഡത്തിന്റെ ഒരു കാര്യം. ഇനിമയുടെ ആഗ്രഹം പറയും. മാഡത്തിന്റെ ആഗ്രഹം ഈ രാജു സാധിച്ചു തരും. രാജു, എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ ആഗ്രഹിക്കാറുള്ളതാ അച്ഛന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങണമെന്ന്. ഈ പിറന്നാളിന് അച്ഛന്റെ അനുഗ്രഹം അതെങ്ങനെയെങ്കിലും രാജു എനിക്ക് വാങ്ങിത്തരണം. ഋതിക മാഡം എന്ത് പണിയായി കാണിച്ചത്? ഞാൻ എങ്ങനെയാ വർമ്മ സാറിനെ കൊണ്ട്? ഇത് ചതിയാണ് മാഡം. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് മാഡത്തിന്റെ ആഗ്രഹം എന്ന് നന്നായിട്ട് മാഡത്തിന് അറിയാം. എന്നിട്ടും മാഡം എന്നെ കൊണ്ട് അതും മാഡത്തിന്റെ തലയിൽ തന്നെ സത്യടിച്ചു. രാജു അല്ലേ പറഞ്ഞത് വേണമെങ്കിൽ സഞ്ജീവനി മല വേണമെങ്കിലും കൊണ്ടു തരാന്ന്? എനിക്ക് പ്രോമിസ് ചെയ്തു തന്നിട്ട് ഇപ്പൊ ഉരുണ്ട് കളിക്കുന്നോ? സഞ്ജീവനി മലയല്ല, എവറസ്റ്റ് വേണമെങ്കിലും ഞാൻ ചുമന്നോണ്ട് വന്നേനെ. പക്ഷെ ഇത് നടക്കില്ല മാഡം. ഞാൻ തന്ന വാക്കേ ഞാൻ തിരിച്ചെടുത്തു. അല്ലെങ്കിലേ എന്റെ ജോലി പോവും. അതൊന്നും പറഞ്ഞിട്ട് ഇനി യാതൊരു പ്രയോജനവും ഇല്ല. ഒരു തവണ വാക്ക് തന്ന തലയിൽ തൊട്ട് സത്യം ചെയ്ത പിന്നെ വാക്ക് മാറ്റാനും പറ്റില്ല, ഇട്ട സത്യം തിരിച്ചെടുക്കാനും പറ്റില്ല. എന്റെ തലയിൽ തൊട്ട സത്യം ഇട്ടത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ രാജു ആയിരിക്കും അതിന് ഉത്തരവാദി. ഞാൻ പോണു. വരുന്നെങ്കി വാ. ഹലോ മാഡം, മാഡം, മാഡം. ദൈവമേ, പണി പാളിയല്ലോ. ശേഖരേട്ടാ, പൂക്കളൊക്കെ എത്തിയോ? അതൊക്കെ എപ്പോഴും റെഡിയാ. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? കാറ്ററിംഗ് പറഞ്ഞതൊക്കെ വന്നു. പിന്നെ കിച്ചണിലെ വിഭവങ്ങൾ റെഡിയാവുന്നുണ്ട്. ശരി. നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഗംഭീരമാണ്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ആർക്കും അറിയില്ലല്ലോ. പാവങ്ങൾ ഒരുപാടങ്ങ് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടട്ടെ. അത് തന്നേക്ക്, അവിടെ വയ്ക്ക്. രാജു, ബർത്ത്ഡേ ആഘോഷത്തിന് ഇത്രയൊക്കെ ഡെക്കറേഷന്റെ ആവശ്യമുണ്ടോ? അച്ഛനിതൊക്കെ ഇഷ്ടാവോ? അച്ഛൻ ഇതൊക്കെ കണ്ടിരുന്നു മോളെ. അതോർത്ത് മോള് ടെൻഷൻ ആവണ്ട. അല്ല,
എന്താ ഋതുമോളെ? ക്ഷേത്രത്തിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. അർച്ചനയൊക്കെ നടത്തിയോ? നന്നായി പ്രാർത്ഥിച്ചല്ലോ അല്ലേ? മോള് കണ്ടില്ലേ, മോക്ക് വേണ്ടിട്ടാ ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ. ശരിയാ, പക്ഷെ എനിക്ക് വേണ്ടി ഇത്രയും നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തുമെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരുപാട് പിറന്നാളുകൾ കടന്നു പോയിട്ടും ഈ പിറന്നാളിനാ ഇപ്പോഴാ എനിക്കിത് മനസ്സിലായത്. ആണോ? ഇനിയും എന്റെ മോളെ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നു. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ 30 സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഹോ, എന്തൊരു ഭാരം. എടാ, നിന്റെ മുറപ്പെണ്ണല്ലേടാ ഋതുമോള്? അപ്പോ അവക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു? അതെ, ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് നീ പോയി ജോലിക്കാരെ ഒന്ന് ശ്രദ്ധിക്ക. ശരി അമ്മ. ചെല്ല. എന്താ ഋതുമോളെ, സാരികളൊക്കെ എന്തിനാണെന്നാണോ ആലോചിക്കുന്നേ? ഋതുമോളുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്കും പരിസരവാസികൾക്കും ഒക്കെ ഗിഫ്റ്റായി കൊടുക്കാനാ ആ സാരികള്. വർമ്മ സാർ ഇവിടെ ചേരുന്നത് സാറേ? ആ, ചേട്ടൻ മുറിയിലുണ്ട്. ഋതു, വാ മോളെ, മോൾക്ക് റെഡിയാവണ്ടേ? വാ ഋതിക മോളെ. നാശങ്ങള്, ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? രാധമേ, ശ്രീ, വാ. വരൂ. രാധമേ, ശ്രീ. ദാ, രാധമ്മയുടെ വക ചെറിയൊരു പിറന്നാൾ സമ്മാനം. താങ്ക് യു രാധമേ. അല്ല, രാജുവിന്റെ ഫാമിലിക്ക് ഇതൊരു സ്ഥിരം തൊഴിലാണോ ഈ വിളിക്കാത്ത ഫംഗ്ഷനൊക്കെ വലിഞ്ഞു കയറി വരുന്നത്? അതെ, ഇവരെ ഞാൻ പ്രത്യേകം വിളിച്ചിട്ട് വന്നതാ. ഇവരാണ് എന്റെ ഗസ്റ്റുകൾ. രാധമേ, രാധമ്മ അമ്മായി പറഞ്ഞത് കാര്യമാക്കണ്ട. അമ്മായിക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. പക്ഷേ ആള് പാവാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ രാധമേ, ഇവിടെ ചിലരുണ്ട് ഇത്തല പോലെ എന്റെ അച്ഛനെ വിടാതെ പിടിച്ച് 4 നേരവും നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നവര്. അമ്മായി, ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നവരെ കുറിച്ച് പറയായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.